ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹൈഡ് ഇൻ ദ ബാക്ക് റൂം എന്നൊരു ഗെയിമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ഹൊറർ ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ഹൈഡ് ഇൻ ദ ബാക്ക് റൂം. സോ നമുക്ക് ഇതിൽ ഹൈഡും ചെയ്യാം, സീക്കും ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഹൈഡാണ്. ഇത് നമ്മുടെ എനിമിയാണ്. എനിമി നമ്മളെ പിടിക്കാതെ, നമ്മളെ അറ്റാക്ക് ചെയ്യാതെ നമ്മൾ രക്ഷപ്പെടണം. സോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ടേൺ ഓൺ ദ പി സി ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യണം, അവിടെ നിന്ന് താക്കോലെടുക്കണം, എസ്കേപ്പ് ആകണം, ആ ഒരു രീതിയാണ്. സോ നല്ലൊരു ഗെയിം തന്നെയാണിത്. പിന്നെ എസ്കേപ്പ് ആവണം, ടൈമിങ് നോക്കണം, എനിമിയെ നോക്കണം, അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് ഹൈഡും ചെയ്യാം, സീക്കും ചെയ്യാം. സീക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് എനിമി മറ്റുള്ളവരെ കൊല്ലുന്നതെന്ന്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മളെ കൈ കിട്ടിയ എന്തായിരിക്കും അവസ്ഥയെന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്കും എല്ലാ പ്ലേയേഴ്സും ചത്തുപോവുകയാണ്. അപ്പം നമ്മളെ കാര്യം പിന്നെ പറയണോ ഗൈസ്, നമ്മൾ എന്തായാലും ഇങ്ങനെ അടുത്ത് പോയാൽ ചത്തുപോകും. സോ നമുക്ക് ആവശ്യം താക്കോലാണ്. ആ താക്കോലെടുത്താൽ നമുക്ക് എക്സിറ്റും ആവാം, നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനും പറ്റും. സോ അതുകൊണ്ട് പരമാവധി താക്കോൽ കളക്ട് ചെയ്യാൻ നോക്കണം. സോ ഇത്ര എബിലിറ്റീസ് പ്ലെയറിനും ഉണ്ട്, എനിമിക്കും ഉണ്ട്. സോ അത് യൂസ് ചെയ്ത് നമുക്ക് എനിമീസിനെയും പറ്റിക്കാം, പ്ലെയേഴ്സിനെയും പറ്റിക്കാം. സോ നമ്മൾ പോകുന്നതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഓപ്പോസിറ്റൂടെ ആ ഒരു സംഭവം പോയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അകത്ത് കയറണം. ഇങ്ങനെ ഡാർക്കായി വരുന്നത് നമ്മൾ തൊട്ടടുത്ത് എനിമിയുള്ള സമയത്ത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ തന്നെയായിരിക്കും. സോ സീക്ക് എനിമീസ് നമ്മളാണ് ഇത് പിടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ റെഡ് കളറിൽ നമ്മുടെ സ്ക്രീൻ കാണിക്കും. ആ സമയത്ത് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുക ഗൈസ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി തന്നെ വീഴും, വേറൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഏത് ഗെയിംസ് ആയാലും ഞാൻ ഇടുന്നതാണ്. സോ 1 GB ഗെയിംസ്, കാരണം എൻ്റെ 3 GB റാമുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട്, അതെനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. സോ സാധാ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അതെല്ലാം ക്ഷമിക്കുക നിങ്ങൾ. പിന്നെയുള്ള സ്കാരി ടീച്ചർ വീഡിയോ ആണ്. ഞാൻ വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രം സ്കാരി ടീച്ചറിൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് ഇടാമെന്നാണ്. കാരണം എപ്പോഴും ഞാൻ സ്കാരി ടീച്ചറിൻ്റെ ഇട്ടാൽ അത് ബോറായിട്ട് തോന്നും. സോ അതുകൊണ്ട് മറ്റ് ഗെയിംസും ഇതിനിടയിൽ കൂടെ ഞാൻ സ്കാരി ടീച്ചറും ഇടാമെന്നാണ് വിചാരിക്കുന്നത്. സോ സ്കാരി ടീച്ചർ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് വളരെ നന്ദി. പിന്നെയുള്ള കാര്യം, എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ നമുക്ക് വീണ്ടും സീക്കാണ് കിട്ടിയ ഓരോരുത്തരായിട്ട് കൊന്ന് ആണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. സോ ആ ഒരു മോൺസ്റ്ററിൻ്റെ ഡാൻസ് കണ്ടോ ഗൈസ്, നമ്മളൊക്കെ കൊന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ കൊന്നിട്ടായാലും കിടന്ന് കളിക്കുന്ന ഡാൻസാണ്. സോ ഹൈഡ് സീക്ക്, ഇതിന് കറക്റ്റ് ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് പേര് വരാനെന്ന് തോന്നുന്നു, ബട്ട് ഹൈഡ് ഇൻ ദ ബാക്ക് റൂം എന്നാണ്. സോ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഗെയിമാണ്. ഇതാണ്ട വരുന്ന ഗൈസ് ചക്കക്കുരി. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടും അപ്പുറത്തോട്ട് പോകണമെങ്കിൽ എന്നെ ഈ സാധനം ഇപ്പുറത്തോട്ട് വരരുത് ഗൈസ്. ഇത് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ വരാത്ത അവസ്ഥയിൽ ഇതുകൊണ്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. ഈ പണ്ടാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, നമ്മളെ എന്നെ പെട്ടെന്ന് പിടിക്കാൻ വന്ന സമയത്താണ് ആ ഒരു റെഡ് കളറായത്. എന്തായാലും പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഏതോ ഒരാളുടെ ബാക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം എടുത്ത് എസ്കേപ്പ് ആകും. സോ നെക്സ്റ്റ് സീക്കാണ്. സീക്ക് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കണം, കില്ല് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി താഴെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കി നമുക്ക് പോയ ഓരോ പ്ലെയേഴ്സിനായിട്ട് കിട്ടും. സോ അങ്ങനെ നമുക്ക് എത്ര പ്ലെയേഴ്സ് ഉണ്ടോ അത്രയും പ്ലെയേഴ്സിനെയും കൊല്ലാം. ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയറിനെ ഗെയിം തന്നെ കാണിച്ചു തരും.
അതായത് ആ ഒരു ഗ്രീൻ കളർ എഴുതിയിട്ടില്ലേ, ആ ഒരു സംഭവം വഴി തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇന്ന പ്ലെയർ ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ട്, നിങ്ങൾ ഇത്രയും ദൂരം ചെന്നാൽ ആ ഒരു പ്ലെയറിനെ കിട്ടാമെന്നൊക്കെ. സോ ഒരടിപൊളി ഗെയിമാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ചാപ്റ്റർ 2 വേണമെങ്കിൽ ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇടാവുന്നതാണ്. വീണ്ടും നമുക്ക് ടേൺ ഓൺ ദ PC ആണ്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും റൺ എന്നൊരു ടൈപ്പിങ് ഫ്രണ്ടിലുണ്ട്. അതായത് ഈ ഒരു എനിമിയെ പേടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരരുത്, അതായത് എനിമി ഇവിടെ ഉണ്ട്, ആരും ഇങ്ങോട്ട് വരല്ലേ എന്നുള്ളൊരു സിമ്പലാണ് അത്. സോ നമുക്ക് പരമാവധി അവിടെ നിൽക്കുന്ന ഗൈസ്, ഇവിടുന്ന് പോകാനും പറ്റൂലേ കണ്ടാലും. നമ്മൾ എത്ര അടുത്ത് പോയാലും അത് തിരിച്ച് വരുന്നു ഗൈസ്. നമ്മൾ എങ്ങനെ പോകും അപ്പുറത്ത്? ഇനി ഇത് ടൈമിംഗ് ഇല്ല, നമുക്കിതിലിറങ്ങി പോകാം ഗൈസ്. ഇതിന് കാര്യം ഞാൻ മറന്നുപോയി, ഇതിലിറങ്ങി എക്സിറ്റ് ആവാം. സോ അതിൻ്റെ കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. നമ്മൾ തൊട്ടടുത്ത് ഞാൻ അത് കണ്ടതാണ് ഗെയിം തുടങ്ങുന്നതിന് മുന്നേ. സോ അടുത്ത ലെവൽ അൺലോക്ക് ചെയ്യാൻ വന്നു, പക്ഷെ നമുക്കത് കളിക്കേണ്ട, നമുക്ക് അത് നെക്സ്റ്റ് ലെവലായിട്ട് ഞാൻ അതായത് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കളിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സീക്ക് ചെയ്യാം. അതോ അവിടെ 3-4 ആൾക്കാർ ഒരുമിച്ച് ഓടുന്നുണ്ട്, 3 പേരാണ്, അവർ 3 പേര് ഒറ്റ കട്ടിൽ നമുക്ക് കില്ല് ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റുള്ള 2 പേര്, ഒരാളുടെ ഫുട് പ്രിൻറ്റ്സ് കണ്ടു, എവിടെയത്? ഇതിപ്പോൾ ഇവൻ കറക്കി കളിക്കുന്നതാണോ കറക്കി കുത്തുകയാണോ എന്തോ ഗൈസ്, കണ്ടില്ല. അതാണ്ട് നടക്കുന്നു ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാപ്റ്റർ 1ൻ്റെ വീഡിയോ ആണിത്. ചാപ്റ്റർ 2 വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക.